ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, വോട്ടർ പട്ടിക പരിഷ്കരണം ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധമാണോ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം പിൻവലിക്കണമെന്ന് തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30 ആദ്യം പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെ സഭാ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും അത് അധികം നേരത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഉയർന്നത്. പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തുകയും നടുത്തളത്തിലടക്കം ഇറങ്ങി ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. പിന്നീട് 2 മണിയിലേക്ക് സഭാ നടപടികൾ മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ 2 മണിക്ക് ഇപ്പോൾ സഭ ആരംഭിച്ചപ്പോഴും സമാനമായ രീതിയിലെ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു തരത്തിലും സഭാ നടപടികൾ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു. കൃത്യമായി ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണം, അതുപോലെ തന്നെ ഈ നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകണമെന്ന് തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിനെ തുടർന്ന് സഭാ നടപടികൾ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. നാളെ 11 മണിക്ക് വീണ്ടും ലോക്സഭയും രാജ്യസഭയും ചേരുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.